real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം നാട്ടുകാരുടെ സ്വൈരജീവിതം തകർക്കുന്നു. ഒച്ചുകളുടെ ശല്യം ക്രമാതീതമായി ഇവിടെ വർദ്ധിക്കുകയാണ്. കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് മേഖലയിലാണ് അധിനിവേശ ജീവിയായ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് ഒച്ചുകളെ വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ പറമ്പിൽ നിന്നും ഒച്ചുകൾ സമീപത്തെ വീടുകളിലേക്കും പൊതുപാതകളിലേക്കും കൂട്ടത്തോടെ ഇഴഞ്ഞു കയറുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രി നേരം വെളിച്ചാൽ 5 മണി വരെ ഭയങ്കര വീടിന്റെ ഇതിലൊക്കെ കംപ്ലീറ്റ് മെറ്റൽ വരത്തിയ പോലെ നോക്കും. അപ്പോൾ ഞങ്ങൾ ഇത് എന്താണെന്ന് നോക്കും, ഈ ഒച്ചുകളാണ്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആയിരുന്നു, പിന്നെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ ഉപ്പ് പിടിച്ച് അടുത്തുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് രാത്രി ഒരു 9 മണി മുതൽ ഞങ്ങൾ ഒരു 11 മണി വരെ ഉപ്പിടും. നേരം വിളിച്ചായാൽ ഇത് കംപ്ലീറ്റ് ചത്തിട്ട് വെള്ളമായിട്ട് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറക്കി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധൽ വരിക. അതാണ്. പിന്നെ ഈ തെങ്ങിന്റെ കടക്കെന്നാണ് വരുന്നത്, ചകിരി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നാണെന്നാണ് ഉദ്ദേശം. ഏതൊരു വളത്തിൽ നിന്ന് വന്നാണ് ഒരു 1.5 വർഷം മുമ്പ് കോഴിവളം ഇറക്കി, അതിൽ നിന്നാണ് സംശയം മാത്രമേ ഉള്ളൂ. കൃഷിയിടങ്ങളും വീടുകളും ഇതിനകം ഒച്ചുകൾ കൈയടക്കി. സന്ധ്യ കഴിയുന്നതോടെയാണ് ഇവ കൂട്ടമായി പുറത്തിറങ്ങുന്നത്. പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവ വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നുണ്ട്. വാഴ, മഞ്ഞൾ, ചേമ്പ തുടങ്ങിയ കൃഷികളെയെല്ലാം ഇവ ബാധിച്ചിട്ടുണ്ട്. തെങ്ങിൻ തടങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളുടെ മുറ്റം, ചുമരുകൾ, വരാന്തകൾ എന്നിവിടങ്ങളിലും ഇവ താവളം ഉറപ്പിച്ചിരിക്കുകയാണിപ്പോൾ. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ഒച്ചുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ് സൂര്യപ്രകാശം കിട്ടാത്ത ഇടങ്ങളിലുമാണ് ഇവ പെരുകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രാദേശികമായി മിത്രജീവികൾ ഇല്ലാത്തതാണ് ഇവ ഇത്രയധികം പെരുകാൻ കാരണമെന്നാണ് കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഏകദേശം 1 വർഷത്തോളമായി പ്രദേശത്തെ ഒച്ചുകളെ കണ്ടുവരുന്നുണ്ടെന്നും ഇപ്പോഴാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായതെന്നും നാട്ടുകാർ പറഞ്ഞു. ഒച്ചുകളെ നശിപ്പിക്കാനായി പ്രതിദിനം 4-5 പാക്കറ്റ് ഉപ്പാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും ഇവയുടെ എണ്ണം കൂടി വരികയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും റോട്ടിലും എല്ലായിടത്തും ഇത് വെച്ചിട്ടുണ്ട്. കാണാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് ആണ് ഇപ്പൊ കാണുന്നത്. വീട്ടിലേക്കൊക്കെ വരും, ഇവിടെ വെച്ച് വരാറുണ്ട്. വീടുകളിലേക്ക് പോലും ഒച്ചുകൾ വ്യാപകമായി കയറാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയും നാട്ടുകാർക്ക് മുന്നിലുണ്ട്. പഞ്ചായത്ത് അധികൃതർ, ആരോഗ്യവകുപ്പ്, കൃഷിവകുപ്പ് എന്നിവർ സംയുക്തമായി അടിയന്തരമായി ഇടപെട്ട് ഒച്ചുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശാശ്വത പരിഹാരം കാണാനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.